നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങൾ. നഗരത്തെയും വാർഡിനെയും എത്രമാത്രം സ്ഥാനാർത്ഥികൾ അടുത്തറിഞ്ഞിട്ടുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരം. വാർഡ് 26 സംഗമം. LDF, UDF സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുന്ന വാർഡാണ് സംഗമം. LDF സ്ഥാനാർത്ഥിയായി അമ്പിളി ബിജുവും UDF സ്ഥാനാർത്ഥിയായി ഷീന ജോസുമാണ് രംഗത്തുള്ളത്. ആകെ 836 വോട്ടുകൾ. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വെൽ മൂവാറ്റുപുഴ. ഏറ്റവും അടിയന്തരമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടാതി കുരിശിൻ്റെ അവിടെ മുതൽ കടാതി പാലത്തിന് മുമ്പ് വരെയുള്ള ഹൈവേയുടെ പണി കഴിഞ്ഞപ്പോൾ അവിടെ വളരെ പഴക്കം ചെന്ന പൈപ്പാണ്, അത് അടിക്കടി പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഏറ്റവും അടിയന്തരമായിട്ട് ശരിയാക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, അതും ശരിയാക്കണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അതൊക്കെയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. എൻ്റെ വാർഡിൽ റോഡിൻ്റെയാണ്, റോഡ് കുഴിയും ടാർ ചെയ്യാത്തതാണ് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. പിന്നെ ആനിക്കാക്കുടി കോളനിയിൽ വെള്ളക്കെട്ടിൻ്റെ അടിയന്തര നടപടി എന്നാണെങ്കിലും ഞാൻ ജയിച്ചു വരുമ്പോൾ അത് ചെയ്തിരിക്കും. കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു ഈ DTP സെൻറ്റർ പോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് കുടുംബശ്രീ വഴി, അപ്പോൾ അവർക്കൊരു വരുമാനമാവും. അങ്ങനെ നമ്മുടെ വാർഡിലൊരു സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡിൽ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ വാർഡ് വിഭജനം വന്നപ്പോൾ അപ്പുറം വാർഡിലോട്ടായിപ്പോയി. അപ്പോൾ അതിനൊരു സ്ഥലം കണ്ടെത്തി പണിയാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അംഗൻവാടി കുറച്ചുകൂടെ ഒന്ന് നല്ല സ്ഥലത്തേക്ക്, നല്ലൊരു രീതിയിലേക്ക് ഹൈടെക് ആക്കി മാറ്റണം എന്നുള്ളൊരാഗ്രഹം കൂടി ഉണ്ട്. ആദ്യത്തേത് പച്ചക്കറി കൃഷി എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് കിറ്റ് കൊടുത്ത് ഗ്രോ ബാഗും നിറച്ച് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കും, എല്ലാ കുടുംബങ്ങൾക്കും. അത് വിപണനം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കും. രണ്ടാമത് എല്ലാ വീടുകളിലും എന്താണ് അടിയന്തര ആവശ്യങ്ങളെന്ന് ഓരോ വീടുകളും ചോദിച്ച് മനസ്സിലാക്കി എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവിടെ എത്തിച്ചിരിക്കും. അങ്കമാടി സ്മാർട്ട് അങ്കമാടിയാക്കി തീർക്കും കുരിയമലയിൽ. പിന്നെ കുരിയമലയിൽ കുറച്ച് സ്ഥലം കിടക്കേണ്ട, അത് കുട്ടികൾക്കുള്ള പാർക്ക് ശരിയാക്കി കൊടുക്കും. 25 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു മൂവാറ്റുപുഴ, മെട്രോ, നമ്മുടെ കൊച്ചിയൊക്കെ പോലെ ഒരു മെട്രോ നഗരമായിട്ടുള്ളൊരു മൂവാറ്റുപുഴ, അതാണ് എൻ്റെ സ്വപ്നം. നമ്മുടെ ബൈപ്പാസുകൾ, ഔട്ടർ റിംഗ് റോഡുകൾ ഒക്കെ വരും, പിന്നെ നമ്മുടെ മുറുക്കൽ പാലമൊക്കെ വരുവാണെങ്കിൽ ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു മൂവാറ്റുപുഴ ആക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയായതുപോലെ മൂവാറ്റുപുഴയും ഒരു മാതൃകയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മൂവാറ്റുപുഴ ഒരു ജില്ലയായി കാണാനും ഹൈടെക് മൂവാറ്റുപുഴയാക്കി സ്മാർട്ട് സിറ്റി പോലെയുള്ള ഇത് വന്ന് അവിടെ ഒരു നല്ല മൂവാറ്റുപുഴ ഒരു ജില്ലയാക്കി തീർക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പരിശ്രമിക്കും. ഹൈവേയുടെ വശങ്ങളിലെ പൈപ്പുകൾ പൊട്ടുന്നതും റോഡുകൾ നന്നാക്കലും തെരുവ് വിളക്കുകൾ തെളിയിക്കലുമാണ് അമ്പിളിയുടെ മുന്നിലെ അടിയന്തര ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ. റോഡ് നന്നാക്കുന്നതിനും ആനിക്കാക്കുടി കോളനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് ഷീനയുടെ പ്രഥമ പരിഗണന. അടുത്ത 5 വർഷങ്ങളിൽ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ച് ഒരു DTP ഫോട്ടോസ്റ്റാറ്റ് കേന്ദ്രം വാർഡിൽ ആരംഭിക്കുന്നതിനും സ്ഥലം കണ്ടെത്തി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനുമാണ് അമ്പിളി ഉദ്ദേശിക്കുന്നത്. എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിച്ച് അതിന് വിപണി കണ്ടെത്തുന്നതിനും കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കുന്നതിനുമാണ് 5 വർഷം കൊണ്ട് ഷീന ലക്ഷ്യം വയ്ക്കുന്നത്. അംഗനവാടി ഹൈടെക് ആക്കണമെന്നത് 2 പേരുടെയും പദ്ധതിയിലുണ്ട്. 25 കൊല്ലങ്ങൾ കൊണ്ട് മെട്രോ നഗരമായി മൂവാറ്റുപുഴ മാറണമെന്ന് അമ്പിളി ആഗ്രഹിക്കുമ്പോൾ ഷീനയ്ക്ക് ജില്ലയാണ് സ്വപ്നം. 26 സംഗമം വാർഡിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാർ അറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, ഫെസി ബ്യൂട്ടി വെൽ മൂവാറ്റുപുഴ.